ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് UK ഡ്രില്ലാണ്. UK ഡ്രിൽ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രിൽ ബീറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഡ്രിൽ ബീറ്റ് ആക്ച്വലി ഉണ്ടായേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റിയൽ ഗ്യാങ്സ്റ്റേഴ്സ് അവരുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള മ്യൂസിക്കാണ് ഈ പറയുന്നത് ഡ്രിൽ മ്യൂസിക് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം ഇറങ്ങിയ ഡ്രിൽ മ്യൂസിക് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ ട്രാപ്പ് ബീറ്റ് പോലെ തന്നെ ഇരിക്കും. പിന്നീട് പിൻകാലത്ത് അത് ഒരു ഡ്രിൽ മ്യൂസിക് ഒരു പാറ്റേണിലേക്ക് എത്തി. അതായത് ഇങ്ങനാവണം എന്നുള്ള രീതിയിലേക്ക് മാറി. അതിനൊരു പർട്ടിക്കുലർ ബീറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തി മാറുമായിരുന്നു. തുടക്കത്തിൽ അപ്പോ ട്രാപ്പ് ബീറ്റ് തന്നെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. ട്രാപ്പ് സെയിം ബീറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന UK ഡ്രില്ല് നമ്മളൊരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് അതിനത് കളിക്കുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരംഗി ലൂപ്പ് എന്റെ കയ്യിൽ ഒരു ബാഗ് കിടപ്പുണ്ടെന്നുള്ള കാര്യം. നമ്മൾ യൂസ് ചെയ്ത സാരംഗി സാമ്പിൾ ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിലേക്ക് കുറച്ചൊരു വേറൊരു ഒരു അഗ്രസീവ് മൂഡ് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഡാർക്ക് ഷെയ്ഡുള്ള ഒരു സാധനം നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്സും അങ്ങനത്തെ തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സാമ്പിൾ ഏതാന്നുള്ളത് നോക്കാം. നമ്മുടെ സാരംഗി ലൂപ്പ് പോയിരിക്കുന്ന A#ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുന്ന കോഡ്സും A# തന്നെയാണ്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് A# വെച്ചിട്ട് നമ്മളൊരു കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോഴ്സ് വരച്ച സൊനാറ്റ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു VST ഉണ്ട്. അത് ഫ്രീ VST ആണ്. നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടുന്നതായിരിക്കും. അപ്പോ ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു വലിപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഓർക്കസ്ട്രയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ BBC ഓർക്കസ്ട്രയിൽ വെച്ചിട്ട് നമ്മളൊരു ലെയർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫുള്ള് ലെയറും ഈ സാമ്പിളും കൂടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം. അപ്പൊ നമ്മുടെ മെലഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഡ്രംസിലോട്ട് പോകാം. അപ്പൊ ഡ്രില്ലിന്റെ ഡ്രംസിന്റെ കേസ് കേട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹൈ ഹാറ്റിന് പകരം നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിം ഷോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ അത് സ്നെയർ ആണ്. അതൊരു സ്നെയറിന്റെ ഒരു സൗണ്ട് തന്നെയാണ്. സ്നെയർ മറ്റൊരു സ്നെയർ ആണത്. അപ്പോ അതിന്റെ റിതം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഈ പറയുന്ന ഹൈ ഹാറ്റ് പോകുന്ന പോലെയാണ് ഇത് പോകുന്നത്. അപ്പൊ അത് ഭയങ്കരമായും ബൗൺസിയാണ്. നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ എനർജി നമുക്ക് കൊണ്ടുവരും. അപ്പൊ അതിന്റെ റിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ അതിന്റെ റിം ഷോട്ട് കൊടുത്തു, റിതം കൊടുത്തു. ഇനി നമുക്ക് പോകേണ്ടത് സ്നെയറിലോട്ടാണ്, ആക്ച്വൽ സ്നെയറിലോട്ട്. അപ്പൊ സ്നെയറിന് നമ്മൾ ബാക്കിയുള്ള ട്രാപ്പിന് ചെയ്ത കൂട്ടത്തിലുള്ള റിതമല്ല നമ്മൾ ഡ്രില്ലിന് ചെയ്യേണ്ടത്. ഡ്രില്ലിന് വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള എല്ലാ നമ്മൾ ചെയ്ത ബീറ്റ്സിനകത്തും നമ്മളെ സ്നെയർ അടിച്ചുകൊണ്ടിരുന്നത് 2-നും 4-നും അല്ലാന്നുണ്ടെങ്കിൽ 3-നും 7-നും ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. 2-നും 4 എന്ന് പറയുമ്പോൾ 1 to 4 കൗണ്ട് ചെയ്യുമ്പോൾ 2-നും 4-നും, 1 to 8 കൗണ്ട് ചെയ്യുന്ന സമയത്ത് 3-നും 7-നും ആയിരുന്നു ഈ പറയുന്ന സ്നെയർ ബാക്കിയുള്ള ജോണേഴ്സിൽ അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ വരുമ്പോൾ ഡ്രില്ലിൽ വരുമ്പോൾ അത് അങ്ങനല്ല. ഡ്രില്ലിൽ വരുമ്പോഴത്തേക്കിനും 3-ക്കും 8-നുമാണ് സ്നെയർ അടിക്കുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സ്നെയർ ആണ് കൊടുത്തത്. ആ സ്നെയറിന് എനിക്കൊന്നൊരു ക്ലാപ്പ് കൂടെ ലെയർ ചെയ്താൽ കുറച്ചും കൂടെ ഒരു പവർ കിട്ടുമെന്ന് തോന്നുന്നതുകൊണ്ട് ഞാനൊരു ക്ലാപ്പ് കൂടെ ലെയർ ചെയ്യാണ്. ഓക്കെ, നമ്മൾ അതും ലെയർ ചെയ്ത് ഇനി നമുക്ക് നേരെ കിക്കിലോട്ട് പോകാം. ബാക്കിയുള്ളതിന്റെ റിതം പോലെ തന്നെ നമുക്ക് കിക്കിനും അതിന്റെ അനുസരിച്ച് വ്യത്യാസങ്ങൾ നമ്മൾ ഡ്രില്ലിനകത്ത് വരുന്നുണ്ട്. ഡ്രില്ലിന് ഇടയ്ക്കിടയ്ക്ക് കുറെ ബൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ കിക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം കൊടുക്കാറില്ല. ഒരു 1 to 4 കൗണ്ടിലും 1-ലും പിന്നെ അവസാനം ആ ഒരു 3 and 4 എന്നുള്ളൊരു ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന കിക്ക് പിന്നീട് ഉണ്ടാവുന്നത്. പിന്നെ ഈ പറയുന്ന അവസാന നിമിഷത്തിൽ 1 to 8 കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ 7 to 8 എന്നുള്ള ഒരു
ഗ്യാപ്പിലാണ് നമ്മൾ കിക്ക് കൂടുതലും കൊടുക്കുക. ഇനി നമുക്ക് നേരെ മെയിൻ ഐറ്റം A28ലേക്ക് പോവാം. നമ്മൾ 808 കൊടുത്തേക്കുന്നത് കിക്കിന്റെ സെയിം പദത്തിൽ തന്നെയാണ് 808 കൊടുത്തേക്കുന്നത്. മെലഡിക്ക് അനുസരിച്ച് കുറച്ച് നമ്മൾ സ്കെയില് കയറ്റിയത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രില്ലിന് മെയിൻ ആയിട്ട് നമ്മുടെ 808 ഗ്ലൈഡ്സ് വേണമെന്നുള്ളത് മെയിൻ ആയിട്ടാണ്. അപ്പൊ ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ഗ്ലൈഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്ലൈഡ് ഒരെണ്ണം മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോ അപ്പൊ നമ്മൾ 808 സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത പെർക്കഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന പെർക്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലിന്റെ ഒരു പാക്കിൽ നിന്ന് ഡ്രില്ലിന് മാത്രമുള്ള തരത്തിലുള്ള ഒരു പെർക്കഷൻ ലൂപ്പ് ഉണ്ട്. അപ്പോ അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് ഇതിനകത്ത് കയറി പോകുന്നുള്ളത് തോന്നിയിട്ടുള്ള ഒരെണ്ണമാണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോ അതാണ് നമ്മൾ എടുത്തിട്ടേക്കുന്നത്. അപ്പൊ ഇനി അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് പെർക്കഷന്റെ അവിടെ ഇവിടെ കുറച്ച് ഇത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ഒരിക്കലും മറ്റേ ഈ പറയുന്ന ഓൾറെഡി ഉള്ള ഒരു ഋതത്തിനെ വേറൊരു ഋതത്തിലേക്ക് ആക്കി മാറ്റിയ രീതിയിലൊന്നും നമ്മൾ കൊടുത്തില്ല. കുറച്ച് ഇമ്പാക്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ മാത്രം കുറച്ച് അവിടെ നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഇട്ടതേ ഉള്ളൂ. അപ്പൊ മൂവിങ് ആണ്, അടുത്തിലോട്ട് പോകും. അപ്പൊ നമ്മൾ അടുത്ത് കൊടുത്തത് ഓപ്പൺ ഹൈ ഹാറ്റ് ആണ്. നമ്മൾ ഓപ്പൺ ഹൈ ഹാറ്റ് കൊടുത്ത് കിക്കിന്റെ സെയിം ടൈമിങ്ങിലാണ് നമ്മൾ കൊടുത്തത്. അത് ആക്ച്വലി കിക്ക് ഒന്ന് എംഫസൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതൊന്ന് അങ്ങനെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫുൾ ഡ്രംസ് നമ്മുടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഫുൾ ഡ്രംസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. ഓക്കെ, നമുക്കപ്പം നല്ല പവർ ഡ്രംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ബീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണോട് ഞെക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.